ഹലോ! ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പാലും ബ്രെഡും കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കിഡു ഡെസേർട്ട് ആയിട്ടാണ്. ബ്രെഡ് രസമലായി എളുപ്പമാണ് ഉണ്ടാക്കാൻ, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് 1/2 ലിറ്റർ പാല് ഒരു സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പാൽ ആദ്യം തന്നെ നല്ല പോലെ ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ 2 or 3 ചേരുവകൾ മതി കേട്ടോ ഈ ഡെസേർട്ട് ഉണ്ടാക്കാൻ, നല്ല ടേസ്റ്റാണ്. പാൽ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർക്കുന്നത്. ഇനിയിപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ 2 കപ്പ് പാലാണല്ലോ എടുത്തത്, അതിന് പകരം ഒരു 3 കപ്പ് പാലെടുക്കുക. എന്നിട്ട് 1 കപ്പ് പാൽ വറ്റിച്ചിട്ട് പകരം നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ നമ്മുടെ പാലിപ്പോൾ നല്ല പോലെ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് അടുത്തതായിട്ട് ചേർക്കുന്നത് നട്ട്സാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പിസ്തയും ബദാമും ചെറുതായി കട്ട് ചെയ്തതാണ് എടുത്തിട്ടുള്ളത്. രണ്ടും കൂടെ 2 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. പിന്നെ നമ്മളിത് വറ്റിച്ചെടുക്കുന്നൊന്നുമില്ല കേട്ടോ, കാരണം കണ്ടൻസ് മിൽക്കൊക്കെ ചേർത്തുകൊണ്ട് തന്നെ ഇതേ ഒരു അളവിലാണ് എടുക്കുന്നത്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ബ്രെഡാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ബ്രെഡ് റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു കണ്ടെയ്നറിൻ്റെ അടപ്പ് വെച്ചിട്ട് ജസ്റ്റ് ബ്രെഡിൻ്റെ മുകളിൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിതുപോലെ നല്ല റൗണ്ട് ഷേപ്പിൽ ബ്രെഡ് കിട്ടും, കണ്ടില്ലേ? അപ്പോൾ ഞാനിപ്പോൾ ചെറിയ ബ്രെഡ് എടുത്തുകൊണ്ടാണ് കേട്ടോ ഇതുപോലത്തെ ചെറിയ റൗണ്ട് ഷേപ്പ് കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ വലിയ ബ്രെഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ വലിയ ഷേപ്പിൽ കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ഒരു പാക്കറ്റ് ബ്രെഡ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷേപ്പ് ചെയ്തെടുത്തിട്ടുള്ള ബ്രെഡ് നമുക്ക് ഒരു പാത്രത്തിൽ വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു പുഡിംഗ് ട്രേ എടുത്തിട്ടുണ്ട്, നമുക്ക് ഇഷ്ടമുള്ള പാത്രത്തിൽ വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മലായി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ചൂടോട് കൂടി മലായി ഒഴിച്ചു കൊടുക്കുമ്പോൾ ബ്രെഡ് നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഈ മലായിൽ കിടന്ന് ബ്രെഡ് നല്ല സോഫ്റ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ബ്രെഡ് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ചെറിയ ബ്രെഡ് ആയതുകൊണ്ട് തന്നെ ഒരു പാക്കറ്റ് ബ്രെഡ് കറക്റ്റാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ മലായിലേക്ക്. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ മലായി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ബ്രെഡിൻ്റെ അരികുവശം കട്ട് ചെയ്ത് മാറ്റുന്നുണ്ടല്ലോ, അത് കളയൊന്നും വേണ്ട കേട്ടോ. അത് വെച്ചിട്ട് നമുക്ക് ഒരുപാട് സ്നാക്ക് ഉണ്ടാക്കാം. അപ്പോൾ അതിൻ്റെ റെസിപ്പീസൊക്കെ ഞാൻ മുമ്പ് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു പാക്കറ്റ് ബ്രെഡ് വെച്ച് നമ്മൾ ഈ രസമലായി ഉണ്ടാക്കിയാൽ അത് പെട്ടെന്ന് തന്നെ കഴിയുന്നുണ്ട് കേട്ടോ. കാരണം നമ്മളിത് കുട്ടീസിൻ്റെ മുമ്പിൽ വെച്ച് കൊടുക്കേണ്ട താമസം, അത് അവർ പ്ലേറ്റ് കാലിയാക്കി തരുന്നുണ്ട്. അത്രക്കും ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു ഡെസേർട്ട് കഴിക്കണം തോന്നുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ ഡെസേർട്ടാണ്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ സെപ്പറേറ്റ് എടുത്തിട്ട് പാത്രത്തിലേക്ക് ഇതുപോലെ മലായി ഒഴിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ സെർവ് ചെയ്യാം കേട്ടോ. എന്താണെങ്കിലും സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബ്രെഡും പാലും ഒക്കെ ആകുമ്പോൾ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവുമല്ലോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ബ്രെഡ് രസമലായി നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്കും അറിയിക്കുക കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.